പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ പ്രാർത്ഥനകൾക്കായി അങ്ങയുടെ മക്കള് ശിരസ് നമിച്ച് നിൽക്കുന്ന ഈ വേളയിൽ നിന്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പടതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങൾ മനസ്സിടിഞ്ഞു പോയവരുണ്ടാകും. അവരുടെ എല്ലാം മനസ്സ് സന്തോഷ നിർഭരമാകുകയും ഉത്സാഹഭരിതമാകുകയും ചെയ്യട്ടെ. കാരണം എന്താണ്? കർത്താവിൻ്റെ ആശീർവാദമാണ് പ്രഭാതത്തിൽ നിന്ന് സ്വീകരിക്കണത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരികമായ വിഷമതകൾ, ഭാരങ്ങൾ, ശാരീരികത്തിൻ്റെ അവശതകൾ, അതുപോലെ തന്നെ തളർച്ചകൾ, ഒരു ഉന്മേഷമില്ലായ്പ, മനസ്സിന് ഉന്മേഷമില്ലാത്തവർ, ഇന്നത്തെ ഉറക്കം ശരിയാകാത്തവർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗകാരണങ്ങളാലും ഇന്നത്തെ ജീവിതത്തിൻ്റെ ചെയ്തു തീർക്കേണ്ട വലിയ ഭാരങ്ങളാലും ചില വഴി സ്ഥലങ്ങളിൽ നിന്ന് വഴക്ക് കേൾക്കുമോ എന്നുള്ള ഭീതിയാലും അങ്ങനെ ആരെയും പേടിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വചനം. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം? ആരെ കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവരെ മാത്രം പേടിക്കാൻ പറയുമ്പോൾ എൻ്റെ ദൈവത്തിനെ, ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ മാത്രമേ പേടിക്കത്തുള്ളൂ. പറയുക, മനസ്സിൽ പറയുക, എൻ്റെ ദൈവത്തെ മാത്രമേ ഞാൻ ഭയപ്പെടുത്തുള്ളൂ. ഞാൻ കാലത്തെയോ കാലന്മാരെയോ മനുഷ്യരെയോ ഒന്നും ഭയപ്പെടുത്തില്ല. അതുപോലെ തന്നെ കർത്താവ് അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മശക്തിയുടെ വെളിച്ചം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഇസ്രയേലിൽ കർത്താവ് അങ്ങയുടെ ദൂതൻ കടന്നു പോയപ്പോൾ കർത്താവ് ആ മക്കളെ സംരക്ഷിച്ചതുപോലെ നീ ആ മക്കളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ ഏത് ഭവനത്തെ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ആയുസ്സോടും കൂടി അമ്മമാർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ എല്ലാ യോഗ്യതയും കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസനം നടന്ന 10,000-കണക്കിന് ആരാധനകളുടെ മുഴുവൻ ശക്തി ആ ദൈവപൈതരെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ജീവിതത്തെയും ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ കുടുംബത്തിൽ പെൻഡിങ്ങായി കിടക്കുന്ന ഓരോ കാര്യങ്ങളും, നിന്നെ മ്ലാനമാക്കുന്ന ഓരോ സാഹചര്യങ്ങളും, നിന്നെ അലട്ടുന്ന ഓരോ സങ്കടങ്ങളും എങ്ങനെയാണ് കൊടുങ്കാറ്റിലെ മഞ്ഞുനീര് ഉരുകിപ്പോകുന്ന പോലെ, കാറ്റിലെ മേഘം തുരത്തപ്പെടുന്ന പോലെ നിന്റെ ആദികൾ ഭീതികൾ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ നീങ്ങിപ്പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. താങ്ക് യു മൈ ലോർഡ് ജീസസ്. നല്ല പ്രാർത്ഥനയ്ക്ക് നന്ദി കർത്താവേ. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മൾ വചനം കേൾക്കാൻ പോകുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒത്തിരി പേര് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണ്ടേ.
അപ്പം ഇന്ന് ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവർ ചിലർക്ക് ഉടമ്പടിയിലൊരു ഉടക്ക് വരുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ കക്ഷികൾക്ക് ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കല്ല പ്രാധാന്യം. എന്താ കാര്യം? എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളെ ഇപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 6:8 വായിച്ചേ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ. വിഷയത്തിന്റെ കാര്യം കേട്ടില്ലേ? എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ? നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അടാ, അപ്പൊ നമ്മള് അവിടെ കർത്താവിന്റെ ഗേറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞു, അത് ചെയ്തു തരാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? 6:33 വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 6:33. ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വായിച്ചേ. നിങ്ങൾ ആദ്യം, അതാ സംഭവം. ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴെന്താണ്? ദൈവം നമ്മൾ ചോദിക്കും മുമ്പ് തന്നെ തരാൻ തീരുമാനിച്ചു. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്? അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക. ഉടമ്പടി അതാണ് ചെയ്യണത്. ദൈവത്തിൻ്റെ രാജ്യം ദൈവം അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അത് ജീവിതം നിറവേറ്റി സുവിശേഷം സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ എന്താണ്? ദൈവരാജ്യം നമ്മൾ വന്നു കഴിഞ്ഞു എന്നാണ്. ലൂക്ക 17:21 വായിക്കാം. ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്ത് സംഭവം അറിയാവോ? അതായത് നമ്മൾ ആദ്യം ദൈവരാജ്യം, ദൈവത്തിന്റെ വചനങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചിലർ പറയും കർത്താവ് ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാം. അപ്പം ദൈവം ഒരു അടയാളം കാണിച്ചിട്ട് പ്രാർത്ഥന കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നൊക്കെയാണ് പറഞ്ഞു. എന്ത് തോന്നിയവാസമാണ് അത്! ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തല്ലുള്ളി തരാമെന്ന് പറയും. അങ്ങനെയല്ല. കർത്താവ് എന്താ പറഞ്ഞാൽ? ആദ്യം ദൈവം അടയാളം കാണിക്കുകയല്ല, ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിനെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. ആദ്യം ഉടമ്പടി പാലിക്കണം. അപ്പോഴാണ് ബാക്കിയുള്ളത് ഇൻറ്റൻഷൻസ്, നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് നൽകണം. അപ്പോൾ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക. എന്താണ്? ഞാൻ ആദ്യം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കും എന്ന് തീരുമാനം എടുത്താൽ ബാക്കിയുള്ളത് എന്തുമാത്രമാണെന്ന് ഒരു പിടിയില്ല. 6:36 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ലുക്ക അമർത്തി കുരുക്കി നിറച്ചാൽ അന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചേരും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു നിർലോഭമായ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർലോഭമായി കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ഉടമ്പടിയും പെരുമാറ്റവും പിടിയ അതാ സബ്ജക്റ്റ്. അതിൻ്റെ കണ്ടൻറ്റ് വൈസ് എന്താണ്? എന്തുമാത്രം എളിമ നമ്മൾക്ക് ഉണ്ട്. എളിമയുടെ അഹങ്കാരം ഈ 2 വിഷയങ്ങളാണ്. അവിടെ മരിയൻ സ്പിരിച്വാലിറ്റി അനുസരിച്ചുകൊണ്ട് അഹങ്കാരികളെ ചിതറിക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യും. എളിയവരെ ഉയർത്തുകയെന്ന് പറയുമ്പോൾ ആ വിനയാന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് എന്ന അർത്ഥം. വിനയം തന്നെ എങ്ങനെയാണ്? നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, പിന്നെ അങ്ങയുടെ കൃപ കൊണ്ട്. അതാണ്. അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. മരിയൻ സ്പിരിച്വാലിറ്റി പറയണതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. എന്താണ്? അഹങ്കാരികളെ ചിതറിച്ചു എന്നുവെച്ചാൽ എൻ്റെ മെറിറ്റ് തീർന്നു. പിന്നെ എന്താണ്? വിനയാനെതിരെ ഉയർത്തി. ഗ്രേസാണ് പിന്നെ ഉയർത്തണത്, ദൈവമാണ് ഉയർത്തണത്. അല്ല നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അല്ല ഉയർത്തണത്, നമ്മുടെ മാർക്കും അല്ല ഉയർത്തുന്നത്, ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു മോള് B.Ed പരീക്ഷയാണ്. അപ്പോൾ അവളുടെ വൈവ എന്തോ പരിപാടിയാണ്. അപ്പോൾ അവൾ തോറ്റ് ഭയങ്കര പ്രയാസപ്പെട്ട് അവൾക്ക് പഠിച്ചിട്ട് തലയ്ക്കാറില്ല. അവർ റിലേ പോകണം. പഠിക്കുന്തോറും റിലേ പോകും. റിലേ പോയെന്നാൽ കിളി പോയെന്ന് ആൾക്കാർ പറയത്തില്ല, അതുപോലെ പണ്ട് റിലേ പോയെന്ന് പറയും, ഇപ്പം കിളി പോയെന്നാണ് പറയണത്.
അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പിടിയും കിട്ടണില്ല. ഇവളെ വൈവയൊക്കെ വന്നിരിക്കുമ്പോൾ ഈ വൈവ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. മാതാവ് മാത്രമേ ഒരു ആശ്രയമുള്ളൂ, അവൾക്ക് സ്വന്തമായിട്ട് ആശ്രയമില്ല. പഠിച്ചതൊന്നും ഓർക്കണില്ല. അവളുടെ റിലേ പോയി. അപ്പോൾ റിലേ പോയെന്ന അർത്ഥം, കിളി പോയെന്ന അർത്ഥം എന്താ? മെരിറ്റ് പോയെന്ന അർത്ഥം. ഉടമ്പടി ഭാഷയിൽ എന്താണ്? അവൾ പഠിച്ചു, പക്ഷെ അവളുടെ തല നിൽക്കണില്ല, റിലേ പോയി. അപ്പോൾ മാതാവേ നീയേ ഉള്ളു കേട്ടാ. അപ്പോൾ അമ്മയും പറയും നീ ചെല്ലടി മോളെ, മാതാവ് ഉണ്ടാകും കൂടാ എന്ന് പറയും. അപ്പോൾ ഇവൾ ചെല്ലുമ്പോൾ തന്നെ വൈവാക്കിയിരിക്കണ മാഷ് പേടിച്ചും വിറച്ചൊക്കെ തന്നെ ചെല്ലണത്. മാഷ് ഇവിടെ കണ്ട് പറയും നീ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കുമെന്ന് പറയും. ആര്? അവിടെ ഇരിക്കണ മാസ്റ്റർ ഇവളോട് പറയണേ കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കാൻ. എക്സ്റ്റേണൽ എക്സാമിന്, എക്സ്റ്റേണൽ അസസ്മെൻറ്റിലെ. അപ്പോൾ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറയും. അപ്പോൾ ഉടനെ അയാൾ ഈ പെങ്കൊച്ചെന്ത് ചെയ്യുന്ന അവളുടനെ അവളുടെ പേഴ്സ് കൊടുത്തിട്ട് അവളെടുത്ത് ഉടമ്പടിയുടെ കാശ് രൂപ ഈ മാഷിനെ കാണിക്കും. ഞാൻ അവിടെ പോയതാണ്, ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ മാഷ് എന്ത് ചെയ്യും? മാഷിൻ്റെ ബാഗ് തുറന്ന് മാഷിൻ്റെ ഉടമ്പടി കാശ് രൂപം കാണിക്കും. ഒക്കെ അപ്പോൾ അവർ തമ്മിൽ ഉടമ്പടി കൂട്ടായി. കുറേ ആൾക്കാർ ഉടമ്പടി വഴി ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഇരിക്കണം കേട്ടാ. അതുകൊണ്ടാണ് ഉടമ്പടി നിങ്ങളുടെ കഴുത്തെ കെട്ടി തന്നിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മനസ്സിലാക്കണം. അതാണ് ഒരു കാരണം. സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് മാഷ് പറഞ്ഞ് നിനക്ക് സപ്ലി തരത്തില്ല, നീ പോയി രണ്ടാമത് ട്രൈ ചെയ്യാൻ പറയും. അവൾ കമ്പ്യൂട്ടർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3/4 മണിക്കൂർ എടുത്തപ്പോൾ അവൾ ചെയ്തതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി. ഒരു ഹാഷ്, ഒരു സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ട്. അവൾ 3/4 മണിക്കൂർ കൊണ്ട് നോക്കിയപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്ത് ഈ സ്പേസാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്പേസ് അവൾ കമ്പ്യൂട്ടറെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം മാർക്ക് അവൾ ജയിച്ചു പരീക്ഷയ്ക്ക്. അപ്പോൾ അമ്മ സഹായിക്കുന്ന രീതി കണ്ട. ഏത് പരീക്ഷ ഹോളിലായാലും അമ്മയുടെ ആളെ വെച്ചിട്ട് നിന്നെ ഗൈഡ് ചെയ്യും. അപ്പോൾ നിനക്ക് പുറകെ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഏത് പരീക്ഷാ ഹോളിലും പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഈ ദൈവസ്നേഹത്തിന്റെ സ്വർഗീയ കൂട്ടായ്മയിലെ അതിന്റെ ഭാഗമാകാൻ കഴിയുന്നത് ദൈവകൃപയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ അരൂപി നിലനിൽക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.